മുത്തുമണീസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലൊരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് സാധാ രീതിയിലല്ല കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു അൽഫാമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിലാണ് ഈ മന്തി ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാമെന്നും എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അതിനാദ്യം നമുക്കൊരു അറബിക് മസാല തയ്യാറാക്കേണ്ടതുണ്ട്. മന്തിയുടെ മസാല ഒന്നും വേറെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അറബിക് മസാലയ്ക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലി, 1 സ്പൂണ് ചെറിയ ജീരകം, 1 സ്പൂണ് കുരുമുളക്, 5 ഗ്രാമ്പു, 6 ഏലക്ക, 2 ചെറിയ കഷ്ണം പട്ട, ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഉണങ്ങിയ നാരങ്ങയാണ്, അതൊന്ന് കൈ വെച്ച് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. കരിഞ്ഞു പോകരുത്, അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അതുവരെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെക്കരുത് കേട്ടോ, നല്ല കുറച്ചിട്ട് വേണം വെക്കാൻ. കരിഞ്ഞു പോവാതെ നോക്കണം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കുമ്പോൾ അതിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. വെളുത്തുള്ളിയും കൂടിയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഈ പൊടിച്ചെടുത്തതിന് ഞാൻ 1 സ്പൂണ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് ചോറ് ഉണ്ടാക്കുമ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള പൊടിയിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1.5 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടി ആരും ചേർക്കരുത്, കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓയിൽ ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒരു നാരങ്ങയുടെ, വലിയ നാരങ്ങയാണ് കേട്ടോ, ചെറുനാരങ്ങ, അതിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്. വലുതാണെങ്കിൽ പകുതി, ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ 1 സ്പൂണ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ചിക്കനൊക്കെ ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മസാല പുരട്ടി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇങ്ങനെ പുരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളിയുടെ പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പേസ്റ്റ് മുഴുവനായിട്ട് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി കൈവച്ച് നന്നായി കുഴച്ചിട്ട് ഒരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ട് ആദ്യം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചോറിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, വല്യുള്ളി ഇതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മാഗി ക്യൂബ്, കറുത്ത നാരങ്ങ, കുരുമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പു, ഇത്രയും സാധനങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എടുത്ത് വെച്ചിട്ടുള്ള കറുത്ത നാരങ്ങ, ഗ്രാമ്പൂ, ഏലക്ക, അതൊക്കെ ഇല്ലേ, അത് മാഗി ക്യൂബ് ഒഴികെ ബാക്കിയുള്ള എല്ലാതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തീ ഒട്ടും തന്നെ കൂട്ടി വെക്കരുത് കേട്ടോ, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഈ സമയം ഞാനിവിടെ അരി കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഒരു 30 മിനിറ്റ് അരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ് കേട്ടോ. ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിവിടെ കിടന്ന് വാടട്ടെ. അതിന് മുന്നേ വേറെ ഒരു ചെറിയ പരിപാടിയുണ്ട്. നമ്മൾ ആ മസാലയിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റി വെച്ചില്ലേ, അതൊരു പാത്രത്തിലിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഈ ചിക്കൻ പീസിലേക്കൊക്കെ പുരട്ടി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസിലും ഈ മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഒരു അൽഫാമിൻ്റെ ഒക്കെ ആ ഒരു ലുക്കിൽ കിട്ടും നമുക്ക് കേട്ടോ, അങ്ങനെ ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഈ സമയം ഉള്ളിയും ക്യാപ്സിക്കൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ചേർത്ത് കൊടുക്കുന്ന വെള്ളം ചിക്കൻ സ്റ്റീം ചെയ്യുമ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയില്ലേ, ആ വെള്ളമാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. മാഗി ക്യൂബ് ഈ സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൈ വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് പൊടിച്ചപ്പോൾ മാറ്റി വെച്ചില്ലേ പൊടി, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം.
അരിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിക്കട്ടോ. ഇതിപ്പോൾ ഇതാ കുറച്ച് വെന്തിട്ടുണ്ട്. ഒന്നും കൂടി വെള്ളമൊക്കെ വറ്റാണ്ട് കേട്ടോ. വേവ് കുറച്ചും കൂടി ആവാണ്ട്. അപ്പോൾ ഒന്നും കൂടി മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ അത് ചോറൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അതിന് മുകളിൽ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നൊക്കെ കഴിക്കുന്ന മന്തിയില്ലേ, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒന്ന് പുകച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.